വെൽക്കം ബാക്ക് എവരി വൺ. ലാസ്റ്റ് വീഡിയോയിൽ ബിഗ് ഡേറ്റയെക്കുറിച്ചും ബിഗ് ഡേറ്റയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചെല്ലാം നമ്മൾ നോക്കിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അപ്പാഷി ഹഡൂപ്പിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് അപ്പാഷി ഹഡൂപ്പ്? അപ്പാഷി ഹഡൂപ്പ് അഥവാ ഹഡൂപ്പ് ബിഗ് ഡേറ്റ പ്രോസസ്സ് ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്കാണ് അപ്പാഷി ഹഡൂപ്പ്. അതായത് മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലസ്റ്ററിൽ പ്രോസസ്സ് ചെയ്യുവാൻ കഴിവുള്ള ഒരു ഫ്രെയിംവർക്കാണ് അപ്പാഷി ഹഡൂപ്പ്. ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലസ്റ്റർ എന്നുള്ളത്. ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലസ്റ്റർ അറിയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ലോക്കൽ സിസ്റ്റം എന്നും ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്നും അറിയണം. അപ്പോൾ എന്താണ് ലോക്കൽ സിസ്റ്റം? ലോക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ മെഷീൻ ആയിരിക്കും. അതായത് ഒരു സിംഗിൾ CPU-യും റാമും ഉള്ള ഒരു മെഷീൻ. ഡേറ്റ വളരെ കുറവായിരിക്കുമ്പോൾ, അതായത് ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള ഡേറ്റ വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ മെഷീൻ മതിയാകും. എന്നാൽ ഡേറ്റ ഹ്യൂജ് ആകുമ്പോൾ പെറ്റാബൈറ്റ്സ് അല്ലെങ്കിൽ GBs ആൻഡ് പെറ്റാബൈറ്റ്സ് ഓഫ് ഡേറ്റ, ഹ്യൂജ് ഡേറ്റ വരുമ്പോൾ നമുക്ക് സിംഗിൾ മെഷീൻ കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം? ഇവിടെ ഡേറ്റ മൾട്ടിപ്പിൾ മെഷീൻസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഡേറ്റ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡേറ്റ നമ്മൾ മൾട്ടിപ്പിൾ മെഷീൻസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ദെൻ അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മെഷീൻസിൻ്റെ CPU ആൻഡ് RAM നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. സോ ബേസിക്കലി ലോക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെഷീനും ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മെഷീൻസുമായിരിക്കും. ഈ മൾട്ടിപ്പിൾ മെഷീൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ മെഷീനും ഉണ്ടായിരിക്കും. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഈ സിംഗിൾ മെഷീനെ മാസ്റ്റർ നോഡ് എന്ന് പറയുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്കെയിൽ അപ്പ് ചെയ്യുവാൻ വളരെ ഈസിയാണ്. അതായത് കൂടുതൽ CPU ആൻഡ് RAM ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കൂടുതൽ CPU ആൻഡ് RAM ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ മെഷീൻസ് ആഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലസ്റ്റർ? ആൾറെഡി നമ്മൾ നോക്കി, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആണ് എന്നുള്ളത്. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ ക്ലസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. സോ ഹഡൂപ്പിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് an open source software platform for distributed storage and distributed processing of very large datasets on computer clusters. അതായത് ഹ്യൂജ് ഡേറ്റയെ ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് പ്രോസസ്സ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്കാണ് ഹഡൂപ്പ്. സോ ഹഡൂപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഹഡൂപ്പിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. കീ കമ്പോണൻസ് ഓഫ് ഹഡൂപ്പ്. HDFS അഥവാ ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റമാണ് ഇതിൽ ആദ്യത്തേത്. നമുക്കറിയാം, ലാർജ് ഡേറ്റാ സെറ്റ്സ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഹഡൂപ്പ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് HDFS അഥവാ ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. ഇവിടെ ലാർജ് ഡേറ്റാ സെറ്റ്സ് അല്ലെങ്കിൽ ലാർജ് ഫയൽസ് സ്പ്ലിറ്റ് ചെയ്ത് സ്മാളർ ബ്ലോക്സ് ആക്കി മാറ്റും. അതായത് ഒരു വലിയ ഡേറ്റാ സെറ്റ് അല്ലെങ്കിൽ ഫയലിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്മാളർ ബ്ലോക്സ് ആക്കി മാറ്റും. ഓരോ ബ്ലോക്കും 128 MB ആയിരിക്കും ബൈ ഡിഫോൾട്ട് സൈസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് ഡേറ്റയെ ഒരു സിംഗിൾ മെഷീനിലായിരിക്കില്ല സേവ് ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ മെഷീൻസിൽ ഓരോ കോപ്പി വെച്ചിട്ടായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഓരോ മെഷീൻസിലും ഈ ഡേറ്റയുടെ കോപ്പീസ് ഉണ്ടാകും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത ബ്ലോക്സ് ഓഫ് ഡേറ്റ മൾട്ടിപ്പിൾ മെഷീൻസിൽ സേവ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മെഷീൻ ഡൗൺ ആയാൽ പോലും ഡേറ്റ ബാക്കിയുള്ള മെഷീൻസിൽ അവൈലബിൾ ആയിരിക്കും. HDFSൻ്റെ ഒരു ബേസിക് ആർക്കിടെക്ചർ നമുക്ക് നോക്കാം. ഇവിടെ ഓരോ മെഷീനും ഓരോ നോഡ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു മെയിൻ കമ്പ്യൂട്ടർ ഉണ്ടാകും, അതിൻ്റെ കീഴിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും. ഈ മെയിൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെയിൻ നോഡിനെയാണ് നെയിം നോഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള നോഡ്സിനെ ഡേറ്റ നോഡ് എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിലെ നെയിം നോഡാണ് ബാക്കിയുള്ള നോഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഓരോ ഡേറ്റ നോഡിലെയും ഡേറ്റയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ സേവ് ചെയ്തിരിക്കുന്നത് നെയിം നോഡിലാണ്. അതായത് എന്തൊക്കെ ഡേറ്റയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഡേറ്റയാണ് മോഡിഫൈ ആയിരിക്കുന്നത്, ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും നെയിം നോഡിൽ ഉണ്ടായിരിക്കും. ഇതിൽ ഡേറ്റ നോഡ് എന്ന് പറയുന്നത് ആക്ച്വൽ ഡേറ്റ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോഡാണ് ഡേറ്റ നോഡ്. ഹഡൂപ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് മാപ്പ് റെഡ്യൂസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ ടാസ്കിനെ ഡിസ്ട്രിബ്യൂട്ടഡ് സെറ്റ് ഓഫ് ഫയൽസിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുകയും ദെൻ കമ്പ്യൂട്ടേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ കമ്പ്യൂട്ടേഷണൽ ടാസ്ക് എന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. മെയിനായിട്ടും രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് മാപ്പ് റെഡ്യൂസിലുള്ളത്. ഫസ്റ്റ് വൺ മാപ്പ്, ദെൻ റെഡ്യൂസ്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പായ മാപ്പ് എടുക്കാം. ഇതിൽ ഇൻപുട്ട് ഡേറ്റ ട്രാൻസ്ഫോം ചെയ്ത് കീ വാല്യൂ പെയറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പായ റെഡ്യൂസിൽ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത കീ വാല്യൂ പെയർ ഓഫ് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ നടത്തുന്നു. മാപ്പ് റെഡ്യൂസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബേസിക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് വേർഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വേർഡ്സ് ആണ്.
ഈ കളക്ഷൻ ഓഫ് വേർഡ്സിൽ നിന്നും ഓരോ വേർഡും എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് അതിൻ്റെ കൗണ്ടാണ് നമുക്കിവിടെ അറിയേണ്ടത്. സോ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഹലോ വേൾഡ്, ബിഗ് ഡേറ്റ, ബിഗ് ഹലോ ഹഡൂപ്പ് എന്നതാണ്. ഇവിടെ മാപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കീ വാല്യൂ പെയർ ഓഫ് വേർഡ്സ് ആയിരിക്കും. ഓരോ വേർഡിനും ഒരു കീ വാല്യൂ പെയർ ക്രിയേറ്റ് ആകും. ഇൻപുട്ട് ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്ത് കീ വാല്യൂ പെയർ ഓഫ് ഡേറ്റ ക്രിയേറ്റ് ആകും. അതായത് ഇവിടെ ഓരോ വേർഡിനും ഓരോ കീ വാല്യൂ പെയർ ക്രിയേറ്റ് ആകും. ഉദാഹരണത്തിന് ഹലോ എന്ന് പറയുന്ന വേർഡിന് ഹലോ കീ ആയിട്ട് 1 വാല്യൂ ആയിട്ടും ഒരു പെയർ ക്രിയേറ്റ് ആയി. അതുപോലെ ഓരോ വേർഡിനും ഓരോ കീ വാല്യൂ പെയർ ക്രിയേറ്റ് ആകും. സോ അതായിരിക്കും മാപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റെപ്പായ റെഡ്യൂസ് നോക്കാം. റെഡ്യൂസിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് മാപ്പിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും. അതായത് മാപ്പ് ഫംഗ്ഷനിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് ആയിരിക്കും. കീ വാല്യൂ പെയർ ഓഫ് ഡേറ്റ ആയിരിക്കും റെഡ്യൂസിൻ്റെ ഇൻപുട്ട്. റെഡ്യൂസ് ഈ ഡേറ്റ ഇൻപുട്ടാക്കി എടുക്കുകയും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓരോ വേർഡിൻ്റെയും കൗണ്ട്, അതായത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നതിൻ്റെ കൗണ്ട് വാല്യൂ ആക്കി നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്നു. സോ ഇവിടെ മാപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഡേറ്റയെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കീ വാല്യൂ പെയർ ആക്കുന്നു. ദെൻ റെഡ്യൂസ് ഫംഗ്ഷൻ അതിൽ കമ്പ്യൂട്ടേഷൻ നടത്തിയിട്ട് ശേഷം അതിൽ ഔട്ട്പുട്ട്, അതായത് ഓരോ വേർഡും എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് തിരിച്ച് നൽകുന്നു. സോ ഇങ്ങനെയാണ് മാപ്പ് റെഡ്യൂസ് ഫംഗ്ഷൻ വർക്ക് ആവുന്നത്. ഹഡൂപ്പിനെ കുറിച്ചും ഹഡൂപ്പിൻ്റെ കമ്പോണൻസ് ആയ HDFS, മാപ്പ് റെഡ്യൂസ് എന്നിവയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തത്. ബിഗ് ഡേറ്റയെക്കുറിച്ചും റിലേറ്റഡ് ടെക്നോളജീസിനെ കുറിച്ചും ഇനിയുള്ള വീഡിയോകളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് ദ ചാനൽ.